പട്ടികയുള്ള രാജ്യമായി രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 4-5 രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറി. ഈ ഇന്ത്യയിലെ ഒരു കൊച്ചു രാജ്യമല്ലേ കേരളം? ഈ കേരളം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന്, കോൺഗ്രസും BJPയും ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനം ഈ കഴിഞ്ഞ നവംബർ 1-ന് ഏറ്റവും അഭിമാനകരമായ ഒരു പ്രഖ്യാപനം ഗവൺമെന്റ് നടത്തി. നവംബർ 1-ന് നടത്തിയ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം നിങ്ങളെല്ലാം കേട്ടു. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ UDFും LDFും എല്ലാം ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ അതീവ ദാരിദ്ര്യമുള്ളവരുടെ കണക്കെടുത്ത് അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി എടുത്ത് അവരുടെ അതീവ ദാരിദ്ര്യം തീർക്കുന്നതിന്, പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, പദ്ധതികളും നടപ്പിലാക്കി, മറ്റേത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അസാധ്യമാണെന്ന് കണ്ടിട്ടുള്ള എത്ര പദ്ധതികളാണ് നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ കാലത്ത് തുടക്കമിടുകയും എന്നിട്ട് UDF ഗവൺമെന്റ് ഉമ്മൻചാണ്ടി വന്നപ്പോ അത് തള്ളിക്കളയുകയും ചെയ്തു, അത് നടപ്പിലാക്കുകയും ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഗ്യാസ് പൈപ്പ് ലൈൻ ഉണ്ട്, ദേശീയ, എവിടെ നോക്കിയാലും ഇവിടെ ഇനിയും വേണം. പക്ഷെ സ്കൂളാവട്ടെ, ആശുപത്രി ആവട്ടെ, ഓഫീസാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനം പോലെ ഒരു ടൗൺഷിപ്പ്, അത് പോയി കാണണ്ടേ? എത്ര ദുരന്തം! ഇന്ത്യൻ നോക്കി ആ കുട്ടി 17 വീട്ടുകാരുടെ മുഴുവനാണ് അവരുടെ ബന്ധുക്കളെ മുഴുവൻ പോയി. അമ്മയും നഷ്ടപ്പെട്ടു, കുട്ടികൾ മാത്രം, കുട്ടികളെല്ലാം നഷ്ടപ്പെട്ടു, അച്ഛനും അമ്മയും മാത്രം. ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ? ദേശീയ തലത്തിൽ ഭരിക്കുന്ന BJPയുടെയും സ്റ്റേറ്റ് തലത്തിൽ ഭരിക്കുന്ന BJPയുടെയും സ്ഥിതി വളരെ പ്രധാനമാണ്. ഈ രാജ്യത്ത് പ്രത്യേകിച്ച് വിഷം നിറച്ച വാക്കുകൾ ഉപയോഗിച്ചുള്ള നിങ്ങളുടെ പ്രകോപനവും സൃഷ്ടിക്കുന്ന മണിയമ്മന്റെ സമരഭൂമിയിൽ കൗമാരകാലത്ത് വെടിയുണ്ടകൾക്കിടയിൽ നിന്ന് ഒരർത്ഥത്തിൽ അത്ഭുതകരമായ ജീവിതം തിരിച്ചു കിട്ടിയിട്ടുള്ള പയ്യന്നൂരിന്റെ ഗ്രാമീണതയും പയ്യന്നൂരിന്റെ എല്ലാ രാഷ്ട്രീയ സൗന്ദര്യവും തന്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തിയിട്ടുള്ള, ഞങ്ങളെല്ലാം കൈപിടിച്ച് നടത്തിയിട്ടുള്ള സഖാവ് CP നാരായണൻ പ്രതിനിധീകരിച്ചിട്ടുള്ളതാണ് ഈ പയ്യന്നൂർ. കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കേ മലബാർ ഇരുട്ടിലാണ്ട് കിടക്കുമ്പോഴാണ് 96 ഈ പയ്യന്നൂർ മണ്ഡലത്തിലെ സഖാവ് പിണറായി മത്സരിക്കാൻ എത്തുന്നത്. ഇവിടുന്ന് അദ്ദേഹം ജയിച്ചു, അഭിമാനകരമായിട്ടുള്ള വിജയം. ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്നാണ് പിണറായി ആദ്യമായിട്ട് മന്ത്രിയാവുന്നത്. കേരളത്തിലെ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. ഈ കേരളം വെളിച്ച വിപ്ലവത്തിലേക്ക് വൈകിട്ട് 6 മണി മുതൽ 11 മണി വരെ ഒരു ബൾബ് കത്തുന്നുണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ഈ കേരളത്തെ വെളിച്ചത്തിലേക്ക് പിടിച്ചു നയിച്ചിട്ടുള്ള പിണറായി ഇന്ന് കേരളത്തിന്റെ ധീരനും അഭിമാനകരമായിട്ടുള്ള നമ്മുടെ കരുത്തുമായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പയ്യന്നൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഞാനിവിടെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, 2001-ലും 2006-ലും നമ്മുടെ പ്രതിനിധി, നമ്മളെല്ലാം പ്രിയപ്പെട്ട ശ്രീമതി ടീച്ചർ, ഇന്ന് കേരളത്തിൽ ആരോഗ്യ മേഖല നിവർന്നു നിൽക്കുന്നുണ്ട് എങ്കിൽ ശ്രീമതി ടീച്ചർ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അതിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള തലയെടുപ്പുള്ള ചിത്രമാണ് കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വെളിച്ചമായിട്ട് പിണറായി വരുമ്പോൾ നമുക്ക് ആരോഗ്യമായിട്ട് ശ്രീമതി ടീച്ചർ വരുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 2011-ലും 2016-ലും UDFന്റെ ഭരണകാലത്ത് നിരാഹാരമടക്കമുള്ള സമരങ്ങൾ നടത്തിയിട്ട് പയ്യന്നൂരിന്റെ വികസനത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള നമ്മുടെ MLA ആണ് ശ്രീകൃഷ്ണൻ. 2016 മുതൽ 2021 വരെ ഈ നാടിന് അഭിമാനകരമായിട്ടുള്ള വികസന മുന്നേറ്റം നൽകിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, ഇതാണ് ശ്രീകൃഷ്ണൻ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകൾ, നമ്മൾ നേടിയിട്ടുള്ള മുന്നേറ്റമാണ്. ഈ പയ്യന്നൂര് ഉൾക്കൊള്ളുന്ന പഴയ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ EMSന്റെ വഴിയിൽ VV കുഞ്ഞമ്പൂവും മുൻ MP ആയിട്ടുള്ള P കരുണാകരനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള നേതാവായിട്ടുള്ള ഓബേരനും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള EK നായനാരെ പ്രതിനിധീകരിച്ചിട്ടുള്ള കരുവള്ളൂരും കാങ്കോലാലപ്പുറവും തെയ്യോബൈക്കരിയും ചെറുപുഴയും ഉൾക്കൊള്ളുന്ന തൃക്കരിപ്പൂർ മണ്ഡലം, ആ ഭാഗം ഇപ്പോൾ പയ്യന്നൂർ മണ്ഡലത്തിന്റെ ഏറ്റവും കരുത്തുള്ള ഭാഗമായിട്ട് നിവർന്നു നിൽക്കുന്നു.
ഈ പ്രദേശമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പയ്യന്നൂർ എല്ലാ വ്യതിചലനങ്ങൾക്കുമെതിരായി വ്യതിയാനങ്ങൾക്കുമെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയിട്ടുള്ള ഈ പയ്യന്നൂർ. ഇതൊന്നും ഒരു ഒറ്റയാൾ പ്രസ്ഥാനമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറയുന്നതും ഈ നാടിന്റെ അഭിമാനകരമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് നീങ്ങുന്ന നേതൃത്വത്തിന്റെ കരുത്തുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഒരു കാലത്തും ഒരു ശക്തിക്ക് മുന്നിലും കീഴടങ്ങിയിട്ടില്ല. സാമ്രാജ്യത്വത്തിന്റെ കിരാതകാലം മുതൽ ജന്മിത്വത്തിന്റെ എല്ലാ പൈശാചികത്വത്തിന്റെയും കാലം മുതൽ ഇങ്ങോട്ടേക്ക് ഒരു കാലത്തും ജനങ്ങൾക്ക് മുന്നിലല്ലാതെ മറ്റൊരാൾക്ക് മുന്നിലും ഈ പ്രസ്ഥാനങ്ങൾ അവരുടെ വിധേയത്വം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന അഭിമാനത്തോടുകൂടി നെഞ്ചുറപ്പോടുകൂടിയിട്ട് നമുക്ക് പറയാം. 2026 തെരഞ്ഞെടുപ്പിലും പയ്യന്നൂരിന്റെ കേരളത്തിന് അഭിമാനമായിട്ടുള്ള ഈ ആവേശം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും വലിയ തിരിച്ചടികൾ ഉണ്ടായപ്പോഴും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ചെറിയ ചെറിയ വീഴ്ചകൾ പലയിടങ്ങളിലും സംഭവിച്ചപ്പോഴും അതിലൊന്നും കുലുങ്ങാത്തൊരു കോട്ടയായിട്ട് പയ്യന്നൂർ നിവർന്നു നിന്നിട്ടുണ്ട് എന്നത് അഭിമാനത്തോടു കൂടിയിട്ട് നമ്മൾ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്. 2026 പയ്യന്നൂരിന്റെ ആത്മവീര്യം പ്രകടിപ്പിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയത്തിന്റെ വർഷമാക്കിയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പേരിലൊരു വ്യക്തിയാണ്. പക്ഷേ സ്ഥാനാർത്ഥി ഞാനും നിങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ നാടിനു വേണ്ടി നിരന്തരമായി ജീവിതം സമർപ്പിച്ച് പ്രവർത്തിക്കുന്നവരാണ് പയ്യന്നൂരിലെ എവിടെയായാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. അവർ ഈ നാട് അഭിമാനത്തോടുകൂടി ഏറ്റെടുക്കും. ഈ വിജയം കേരളത്തിന് അഭിമാനം നൽകുന്ന, കരുത്ത് നൽകുന്ന വിജയമായിരിക്കും. LDFന്റെ തുടർച്ചയ്ക്ക് വേണ്ടി, നാടിന്റെ വികസനത്തിന് വേണ്ടി, മതനിരപേക്ഷയുടെ ഉള്ളടക്കത്തോടുകൂടി ഏറ്റവും വലിയ മനുഷ്യ സ്നേഹത്തിന്റെ ഉറവിടമായിട്ട് ഈ കേരളം നിവർന്നു നിൽക്കുന്നതിന് പയ്യന്നൂർ എപ്പോഴും വഴികാട്ടിയായിട്ടുണ്ട്. ആ വഴികാട്ടിയാവുന്ന പയ്യന്നൂരിനെ കൂടുതൽ തെളിമയുള്ള, കൂടുതൽ ശക്തമായ സൂര്യ തേജസ്സോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ കഴിയത്തക്ക നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ രാവും പകലുമില്ലാതെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടാവണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം ആരും മറക്കില്ല. എല്ലാവരെയും നിരന്തരമായി അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. വിജയത്തിന്റെ അടയാളമായിട്ട് അതിനെ മാറ്റണം. നമ്മളത് മാറ്റിയിട്ടുണ്ട്. ആ പോരാട്ടം കൂടുതൽ സജീവമായി ഉയർത്തിക്കൊണ്ടുവരണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനെ അഭിമാനപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.